So good evening everyone. നെൽസൺ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, എനിക്കിന്ന് കമ്പ്യൂട്ടറിൽ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഫോണിൽ നിന്ന് ജോയിൻ ചെയ്തേക്കുന്നത്. കമ്പ്യൂട്ടറിൽ നിന്ന് ജോയിൻ ചെയ്യാൻ ബിറ്റ്വീൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്തോളാം. എനിവേ, നിങ്ങൾക്ക് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. നമ്മള് എത്രാമത്തെ പേജ് അയച്ചോ ഇപ്പം വെക്കൊണ്ടിരിക്കുന്നത്? ഒരു നിമിഷം, എനിക്ക് ഒരു ഉപകാരം ചെയ്യാമോ നെൽസൺ? മീറ്റിംഗ് ID ഒന്ന് പറയാമോ? മീറ്റിംഗ് ID നമ്മുടെ ഈ ജോയിൻ ചെയ്യുന്നതിന്റെ ടൈനി URL വന്നിരിക്കുന്നതുകൊണ്ട് എന്റെ ID ഇല്ല. ടൈനി URL അല്ലയോ വെച്ചാൽ അതിന്റെ ID? അതല്ലോ മറ്റേ ഇതിന്റെ ആണോ? DSW ആണോ? അല്ല, ഇപ്പൊ ഈ സൂമിന്റെ ടൈനി URL അതിന്റെ മീറ്റിംഗ് ID ഉണ്ടോ കയ്യിൽ? അത് പറഞ്ഞുതരാം. അതിന്റെ ID ടൈനി URL ആണ് ആക്ച്വലി നമുക്കെല്ലാം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, എന്നാ പിന്നെ സാരമില്ല. ടൈനി URL ആ കിട്ടിയിരിക്കുന്നത്. അപ്പൊ പിന്നെ you will be in trouble. എനിക്കത് ഫോണിലേക്ക് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഹലോ, കമ്പ്യൂട്ടറിലേക്ക് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അല്ലേ? സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തോ? ഓക്കെ, എല്ലാവരും ആയെന്ന് തോന്നുന്നു. നമുക്ക് നാലിനി താമസിക്കാതെ തുടങ്ങാം. എന്നെ കാണാമല്ലോ അല്ലേ? ബുക്ക് ഏതാ പേജ്? നമ്മള് കഴിഞ്ഞ പേജ് നമ്പർ 52 നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിനകത്ത് ഒരു കാര്യം പറയാൻ ഞാൻ അടുത്ത ആഴ്ച പറയാമെന്നും പറഞ്ഞു വെച്ചായിരുന്നു. അപ്പം അതിലേക്ക് നമുക്ക് തുടങ്ങിയിട്ട് ടച്ച് ചെയ്തിട്ട് ബാക്കി നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞത് ദൈവം ഒരു വ്യക്തിയാണോ എന്നുള്ള ചോദ്യത്തിലാണ് നമ്മൾ അവസാനം നിന്നത്. അപ്പൊ ദൈവം വ്യക്തിയാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു ഒരു സംഗതിയും കൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ എന്ന് നമുക്ക് പറയാമെങ്കിലും തനതായി നിൽക്കുന്ന ഒരു ഇൻഡിവിജ്വൽ. അതാണ് അതിന്റെ അർത്ഥം, തനതായിട്ട് നിൽക്കുന്ന ഒരു ഇൻഡിവിജ്വൽ. അപ്പൊ ആ വ്യക്തിയുടെ ഉത്ഭവം ഉണ്ട്, ആ വ്യക്തിയുടെ ഒരു ചരിത്രമുണ്ട്, ആ വ്യക്തിയുടെ മുന്നോട്ട് പോകുന്ന ഒരു യാത്രയുണ്ട്, ആ വ്യക്തി മുന്നോട്ട് പോകുന്ന യാത്രയുടെ അവസാനം അതുകൂടിയുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും സ്വന്തമായിട്ട് നിൽക്കാൻ ഒക്കണം, ഇല്ലെങ്കിൽ പറ്റില്ല. അപ്പൊ സ്വന്തമായിട്ട് നിൽക്കാൻ ഒക്കുന്ന ഒരാളെ വ്യക്തി എന്ന് വിളിക്കാൻ ഒക്കുള്ളൂ എങ്കിൽ ശരിയാവണ്ണം ഒരു വ്യക്തി എന്ന് പറയുന്നത് ദൈവം മാത്രമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന് 3 ആളത്വങ്ങളും ഒരു ഉണ്മയും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പം ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ലോകത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയത് എന്നുള്ള ഒരു വസ്തുതയിൽ നിന്ന് തന്നെ അവരിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആ ദൈവത്തിന്റെ വ്യക്തിത്വം നമ്മൾ ഇവിടെ കാണുന്നത്. ഒരു മനുഷ്യന്റെ വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യന്റെ വ്യക്തിത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? എന്റെ സംസാരത്തിൽ നിന്ന് എന്റെ വ്യക്തിത്വം നിങ്ങൾ മനസ്സിലാകുന്നത്, എന്റെ കണ്ണുകളുടെ മൂവ്മെന്റിൽ നിന്നാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, എന്റെ ചിരിയിൽ നിന്നാണ്, എന്റെ വികാര പ്രകടനങ്ങളിൽ നിന്നാണ് എന്റെ വ്യക്തിത്വം മനസ്സിലാകുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ പറയുമായിരിക്കും, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തി, അയാളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. അപ്പൊ അയാളുടെ പ്രകടനത്തിൽ നിന്നാണ് അയാളുടെ വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വ്യക്തിത്വം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വ്യക്തിത്വം മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയിലാണ്. അപ്പം ദൈവം തന്റെ സൃഷ്ടിയിൽ കൂടെ തന്റെ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ആകാശങ്ങൾ തന്റെ കൈവേലയെ അറിയിക്കുന്നു, ആകാശങ്ങൾ തന്റെ മഹത്വത്തെ അറിയിക്കുന്നു, ആകാശത്തട്ട് തന്റെ കൈവേലയെ കാണിക്കുന്നു, പകൽ പകലിന് വാക്കിനെ ഉച്ചരിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവിനെ അറിയിക്കുകയും ചെയ്യുന്നു. ഏത് സങ്കീർത്തനം ആരെയും ഓർക്കുന്നുണ്ടോ? 19. വെരി ഗുഡ്, 10 പോയിന്റ്. അപ്പം ദൈവവുമായിട്ട് ഈ വ്യക്തി എന്നുള്ള നിലയിലാണ്. അപ്പൊ ആ ദൈവത്തിന്റെ വ്യക്തിത്വത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് അവന്റെ സൃഷ്ടിയിലാണ്. സൃഷ്ടിയിലാണ് ദൈവത്തിന്റെ വ്യക്തിത്വത്തെ നമുക്ക് കാണിച്ചു തരുന്നത്. അത് വ്യക്തമായല്ലോ. അങ്ങനെ വ്യക്തിത്വം അവന്റെ സൃഷ്ടിയിൽ കൂടെ കാണുന്നത് കൊണ്ടാണ് ദൈവത്തെ നമ്മൾ വ്യക്തി എന്ന് വിളിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ആഴത്തിൽ തന്നെ ഇരിക്കണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി ഒരു കൊച്ചു കാര്യം കൂടെ എന്നോട് ചേർത്ത് തന്നെ പറഞ്ഞാൽ, ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികളോട് വ്യക്തിപരമായി സംസാരിക്കും, ഇടപെടും, സംവദിക്കും.
ആ വ്യക്തിപരമായ ദൈവവുമായിട്ട് സംവദിക്കുന്ന ആ മാർഗത്തിന്റെ പേരാണ് പ്രാർത്ഥന. അവിടെ ദൈവമായിട്ട് ഒന്നിനോട് വർത്താനം പറയുന്ന പോലെ ഇടപെടുന്ന പോലെ നമുക്ക് സംസാരിക്കാനും ഇടപെടാനും സാധിക്കണം. 2, ദൈവം എന്ന് പറയുന്നത് വലിയൊരു വ്യക്തിത്വത്തിന്റെ ഭാഗമാണെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത് അതിനകത്തൊരു ചെറിയ വ്യക്തിത്വമാണ്, ഒരു ഡിറൈവ്ഡ് വ്യക്തിത്വം. സൂര്യനിൽ നിന്നും പ്രകാശം ഉൾക്കൊണ്ട് ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ മനുഷ്യൻ എന്ന് പറയുന്ന ചെറിയ വ്യക്തിത്വം അല്ലെങ്കിൽ മൈക്രോകോസം ദൈവം എന്ന് പറയുന്ന മാക്രോകോസത്തിൽ നിന്നും പ്രതിഫലനത്തോടു കൂടി ജീവിക്കുന്നു. അപ്പൊ ഈ പ്രതിഫലനത്തോടു കൂടി ജീവിക്കുന്ന മൈക്രോകോസത്തിനെ നമ്മള് വ്യക്തി എന്നുള്ള നിലയിൽ കാണുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ വ്യക്തിത്വത്തെ പൂർണ്ണമായിട്ടും പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിശുദ്ധ ത്രിത്വം എന്ന സംഗതി എന്ന ഒരു യാഥാർത്ഥ്യം മനുഷ്യന് വെളിപ്പെട്ടിരിക്കുന്നത്. 4, ഒരു വ്യക്തിയെ ശരിയാവണ്ണം വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ വ്യക്തിയുടെ പ്രത്യേകതകൾ നമ്മൾ അനുഭവിക്കുന്നത്, വ്യക്തിയുടെ ഏറ്റവും പ്രിയങ്കരമായിരിക്കുന്ന സ്വഭാവ വൈശിഷ്ട്യം നമ്മൾ അനുഭവിക്കുന്നത് സ്നേഹത്തിലാണ്. എന്തെല്ലാം പറഞ്ഞാലും സ്നേഹമില്ല എങ്കിൽ യാതൊന്നുമില്ല. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം. അപ്പൊ അങ്ങനെ ആ സ്നേഹത്തിൽ കൂടെ പങ്കിടുകയും സ്നേഹത്തിൽ കൂടെ സ്വീകരിക്കുകയും ചെയ്യുന്ന ദൈവ സ്നേഹത്തെ തിരിച്ചറിയുന്നതിലൂടെയാണ് നാം ദൈവത്തിന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്നത്. അപ്പം ദൈവമാണ് ദ പേഴ്സൺ, വ്യക്തി എന്ന് വിളിക്കുന്നത് ദൈവമാണ്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ ചെറിയ വ്യക്തിത്വം. അപ്പൊ ഇനി നോക്കണം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആരുടെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ്? ദൈവത്തിന്റെ തന്നെ രൂപത്തിലും സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് മനുഷ്യന് ദൈവത്തിന്റെ വ്യക്തിത്വത്തിൽ നിന്ന് ഡിറൈവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ട് എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായ വ്യക്തിത്വം എന്ന് പറയുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ? ദൈവത്തിന് മാത്രമേ. ദയവായിട്ട് പാർട്ടിസിപ്പൻസ് നിങ്ങളുടെ മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഞാനത് കഴിഞ്ഞ 3-4 പ്രാവശ്യം, ഇതിപ്പോ ഇന്ന് 3-ാമത്തെ ക്ലാസ് ആണ്, 3 പ്രാവശ്യം ഞാനത് പറഞ്ഞില്ല. ഇനിയും അത് പറയാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ദയവായിട്ട് എന്നോട് ക്ഷമിച്ചാട്ടെ. നിങ്ങളുടെ മൈക്ക് മ്യൂട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളുക, കുഴപ്പമില്ല. ഇല്ലെങ്കിൽ അത് മറ്റാളുകൾക്കും കൂടെ അസൗകര്യം ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ഏകദേശം 4 മിനിറ്റോളം നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് റിക്വസ്റ്റ് ചെയ്യുന്നത്. ദയവായിട്ട് മൈക്ക് മ്യൂട്ട് ചെയ്തോളുക. ബൈ ദി വേ, നെൽസൺ അറ്റൻഡൻസ് ഒക്കെ എടുക്കണ്ടോ? ഞാൻ എടുക്കുന്നുണ്ട്, പക്ഷേ അതെ ചിലരൊക്കെ ഐഫോൺ എന്ന് പറഞ്ഞാ ജോയിൻ ചെയ്യുന്നത്. പേരില്ലാത്തവർക്ക് എടുക്കാൻ പറ്റില്ല. ഐഫോണിന് അറ്റൻഡൻസ് കൊടുക്കണം കേട്ടോ. കുറെ ഐഫോൺ വെച്ചു പേരായിട്ട് ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ ഞാൻ അറ്റൻഡൻസ് കൊടുക്കുന്നുണ്ട്. അല്ല, ഐഫോണിന് കൊടുക്കണം. അപ്പൊ 1-ാം സമ്മാനം ഐഫോണിന് കിട്ടും മിക്കവാറും. ഐഫോണിന് കിട്ടും. പേര് വെച്ച് അറ്റൻഡൻസിൽ വരുന്ന ആളുകൾക്ക് അവർക്ക് നമുക്ക് സമ്മാനം കൊടുക്കണം വർഷം ക്ലാസ് കഴിയും. എനിവേ, ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ലെസണിലേക്ക് പ്രവേശിക്കാം. ലെസൺ 3, പേജ് നമ്പർ 54, ദൈവത്തിന് നൽകുന്ന വിശേഷണങ്ങളെ കുറിച്ചാണ്. അപ്പം അവിടെയാണ് നമുക്ക് ആരംഭിക്കുന്നത്. അപ്പം വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകതകളെ വർണ്ണിക്കുന്ന പദങ്ങളെയാണ് വിശേഷണങ്ങൾ എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോ പറഞ്ഞു ദൈവം ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന് ചില വിശേഷണങ്ങൾ കൂടെ അതിന്റെ കൂടെ വരും. ഇപ്പൊ ഉദാഹരണത്തിന് സർവശക്തിയുള്ള പിതാവ്, സർവശക്തിയുള്ളവൻ, അതൊരു വിശേഷണം. സർവശക്തിയുള്ള പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമാകുന്ന സകലത്തിന്റെയും സൃഷ്ടാവ്, സൃഷ്ടിക്കുന്നവൻ ഒരു വിശേഷണമാണ്. അപ്പൊ അതുപോലെ ദൈവത്തിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അപ്പം ആ വിശേഷണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ചില വിശേഷണങ്ങളൊക്കെ ദൈവത്തിന്റെ എക്സിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഉണ്മയുമായി ബന്ധപ്പെട്ടതാണ്. മറ്റു ചില വിശേഷണങ്ങൾ ദൈവത്തിന്റെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉദാഹരണമായിട്ട് ദൈവം ആത്മാവാകുന്നു, ദൈവം സത്യമാകുന്നു, ദൈവം പൂർണ്ണനാകുന്നു, ദൈവം ആദിയും അന്തവും ഇല്ലാത്തവനാകുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ദൈവത്തിന് വിശേഷണങ്ങളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ദൈവത്തിന്റെ ഒരു പ്രത്യേക വിശേഷണമാണ് സ്ഥിരത. ദൈവത്തിന് സ്ഥിരതയുണ്ട്. മനുഷ്യന് സ്ഥിരതയുണ്ടോ? ഇല്ല. മനുഷ്യൻ ഇന്ന് പറയുന്നു, നാളെ ചിലപ്പോൾ വേറെ തിരിച്ച് പറഞ്ഞെന്ന് വരാം. കാരണം കൺവിക്ഷൻ മാറും. ചിലര് ഈ പറഞ്ഞ പോലെ കൺവിക്ഷൻ ഇപ്പം ഈ കൺവിക്ഷൻ ഉള്ളപ്പോൾ തന്നെ അങ്ങനെയാണെന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാലം മാറുന്തോറും മനുഷ്യന്റെ കൺവിക്ഷൻസ് വ്യത്യാസം വരും. അങ്ങനെ കൺവിക്ഷൻ വ്യത്യാസം വരുന്നതനുസരിച്ച് മനുഷ്യന്റെ വാക്കുകൾക്കും വ്യത്യാസം വരും. എനിക്ക് തന്നെ എന്റെ ചെറുപ്പത്തിൽ ശരിയാണെന്ന് ഞാൻ ചിന്തിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ തെറ്റാണെന്ന് പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ശരിയാണെന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ പണ്ട്
ശരിയല്ല എന്ന് വിചാരിച്ചിരുന്നുണ്ട്. പണ്ട് ശരിയാണെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ ശരിയല്ലെന്ന് വിചാരിക്കുന്നുണ്ട്. കുറെ നാൾ കഴിഞ്ഞ് എനിക്ക് ഒരുപാട് പ്രായമാകുമ്പോഴത്തേന് അതുവരെ ജീവിച്ചാൽ ചിലപ്പം ഇപ്പൊ ശരിയാണെന്ന് ഞാൻ ചിന്തിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് അന്നും ചിന്തിച്ചത് വരാം. ഇത് മനുഷ്യന്റെ പ്രത്യേകത. ദൈവത്തിന് വ്യത്യാസമുണ്ടോ? ദൈവം വ്യത്യാസം എന്നേക്കും സ്ഥിരതയുള്ളവരായിരിക്കും, അനന്യനാകുന്നു. അപ്പം മാറ്റമില്ലായ്മ. ഇനി ദൈവം എത്രയോ, ഞാൻ ഒരാളായിട്ടിരിക്കുന്നു, ചില അസുഖങ്ങൾ എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പല ആളാണെന്ന് എനിക്ക് തോന്നും. എന്നാൽ ദൈവത്തിന് മാറ്റമില്ല, ഏകനാകുന്നു. ഈ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുമ്പോഴത്തേന് മാമോദീസ ഒരിക്കൽ മാത്രം. ഒരു ശരിക്കും ആ വാക്ക് ഒന്ന് മാത്രമാണ്, ഒന്ന് മാത്രം. മാമോദീസ ഒന്നെന്ന് അതിന്റെ അർത്ഥം വണ്ണെന്നല്ല അതിന്റെ അർത്ഥം, പകരം വേറൊന്നും ഇല്ല എന്നതിന്റെ അർത്ഥം. മാമോദീസ ഒന്നല്ലാതെ വേറൊന്നും നമുക്ക് പാപമോചനത്തിന് കാരണമാവുന്നില്ല. വേറെ എന്ത് ചെയ്താലും പാപമോചനം ലഭിക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ മാമോദീസ പലതവണ ആകാമെന്ന് പറഞ്ഞ പല ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ പല ആളുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് മാമോദീസ ഒരിക്കൽ എന്ന്. ആ സുറിയാനുള്ള വാക്ക് ഹാദ് എന്നാണ്, സുറിയാനിലെ വാക്ക്. ആ ഹാദ് എന്നുള്ളതിന് ഒന്നെന്നുള്ള അർത്ഥം ആണുള്ളത്. ഒരിക്കൽ എന്ന് ഒരു 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 ചെറിയൊരു ഇന്നോവേഷൻ നടത്തി. ആ ഇന്നോവേഷൻ നടത്തിയപ്പോൾ എല്ലാവരും ഒരിക്കൽ എന്നാ പറയാ. ഒരിക്കൽ മാത്രമാണ്, ശരിയാണ്. പക്ഷെ മാമോദീസ അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പാപമോചനം ലഭിക്കാൻ തക്കവണ്ണം? കുമ്പസാരം എന്ന് പറയുന്നത് പാപമോചനവും മാമോദീസയിലൂടെ ലഭിക്കുന്ന പാപമോചനവും തമ്മിൽ വ്യത്യാസമുണ്ട്. കുമ്പസാരം ആർക്കയിൽ കൊടുക്കാൻ ഒക്കുള്ളൂ? പുരോഹിതൻ, ദൈവത്തിന് അല്ല, പുരോഹിതൻ. കുമ്പസാരം ആർക്കേ കൊടുക്കാൻ ഒക്കുള്ളൂ? മാമോദീസ ഏറ്റവർക്ക് മാത്രമേ കുമ്പസാരം കൊടുക്കാൻ ഒക്കുള്ളൂ. ഒരു ഹിന്ദു ഒരാളിന്റെ അടുത്ത് വന്നിട്ട് പറയാം, അച്ഛാ എനിക്ക് കുമ്പസാരിക്കണമെന്ന്, എനിക്ക് കുമ്പസാരിപ്പിക്കാൻ ഒക്കുമോ? എനിക്ക് അദ്ദേഹം പറയുന്ന കേൾക്കാം, കേട്ട് അതിനെന്തെങ്കിലും സമാധാനമൊക്കെ പറയാം. പക്ഷെ അത് കുമ്പസാരാവുമോ? പറഞ്ഞോ. പാപമോചനം കിട്ടത്തില്ല. കുമ്പസാരം ആകണമെന്നുണ്ടെങ്കിൽ അത് ആർക്കേ കൊടുക്കാൻ ഒക്കുള്ളൂ? മാമോദീസ സ്വീകരിച്ചവർക്ക് മാത്രമേ കൊടുക്കാൻ ഒക്കുള്ളൂ. അപ്പം പാപമോചനത്തിനുള്ള മാമോദീസ എന്ന് പറയുന്നത് ഈ സൃഷ്ടിയിൽ ആദാം പാപം ചെയ്തു, അല്ലെങ്കിൽ ആദാമിന്റെ കൽപ്പന ലംഘനം മൂലം ഉണ്ടായ തെറ്റിൽ നിന്നും ലഭിക്കുന്ന പാപമോചനത്തിനുള്ള മാർഗം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്താണ്? മാമോദീസ. സെൻസ്. സിമിലർലി ആണ് ദൈവത്തെക്കുറിച്ചും പറയുന്നത്. ദൈവം ഏകനാകുന്നു. ഇനി മറ്റ് പ്രധാനപ്പെട്ട വിശേഷങ്ങൾ, 3 വിശേഷങ്ങൾ നമ്മൾ ഓർത്തിരിക്കുന്നത്. വിശുദ്ധനായ ദൈവം വിശുദ്ധനാകുന്നു. ദൈവം വിശുദ്ധനാകുന്നു പറഞ്ഞപ്പോ ഈ ഹോളിനെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സെറ്റ് അപ്പാർട്ട്. ദൈവം വിശുദ്ധനാന്ന് പറഞ്ഞാൽ ദൈവം വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അശുദ്ധിയുമായിട്ട് ദൈവത്തിന് യാതൊരു വിധമായ വേഴ്ചയുമില്ല. ദൈവം സെറ്റപ്പാർട്ടാണ്. അങ്ങനെ സെറ്റപ്പാർട്ട് ആയിരിക്കുന്ന ദൈവത്തിനോ പോലെ ദൈവത്തിന്റെ കൂടെ സെറ്റപ്പാർട്ട് ആകുന്ന മനുഷ്യരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിശുദ്ധന്മാർ എന്ന് വിളിക്കുന്നത്. നമ്മൾ സെറ്റപ്പാർട്ട് ആകണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദൈവം എങ്ങനെയാണോ അതുപോലെ നമ്മളും ആയിത്തീരാൻ തക്കവണ്ണം വ്യക്തിപരമായ ഒരു ശ്രമം ഉണ്ടാവണം. ആ ശ്രമത്തിന്റെ പേരാണ് വിശുദ്ധ ജീവിതം. മേക്കിംഗ് സെൻസ്? സീനായി മലയിലേക്ക് മോശ കയറിപ്പോയി. മോശ ഇങ്ങനെ കയറി മേളോട്ട് പോകുന്തോറും മോശ സെറ്റപ്പാർട്ട് ആയിക്കൊണ്ടിരിക്കുക. മേക്കിംഗ് സെൻസ്? ഏലിയാവ് വിശുദ്ധിയിലേക്ക് നടക്കുന്നു. എന്തുമാത്രം കൂടുതൽ നടക്കുന്നു അത്രയും ഏലിയാവ് സെറ്റപ്പാർട്ട് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ സെറ്റിംഗ് എ പാർട്ട്, അതിനെയാണ് വിശുദ്ധി എന്ന് വിളിക്കുന്നത്. ശമൂവേലിനെ ദൈവം വിളിക്കുന്നു, ഇനി നിന്നെ ഞാൻ വേർതിരിക്കുന്നു. ആ വാക്കാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്രിസ്ത്യാനി ആയിരിക്കുന്നവൻ ഈ ലോകത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. പള്ളി എന്ന് പറയുന്നത് സാധാരണ ഒരു ബിൽഡിങ്ങാ. ആ ബിൽഡിങ്ങിനെ കൂദാശ ചെയ്യുമ്പോൾ ആ കൂദാശ ചെയ്യുന്ന ബിൽഡിങ് എന്തായിത്തീരുന്നു? വേർതിരിക്കപ്പെടുന്നു. ആ വേർതിരിക്കപ്പെടുന്ന അവസ്ഥയുടെ പേരാണ് എന്ത്? വിശുദ്ധി. അപ്പൊ പള്ളി വിശുദ്ധമാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ പള്ളിക്കകത്ത് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കണം? വിശുദ്ധമായിരിക്കണം. പൊതുയോഗം എന്ന് പറയുന്നത് കുമ്പസാരിച്ച് കുർബാന അനുഭവിച്ചവരെ പൊതുയോഗത്തിൽ ഇരിക്കാമെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? വിശുദ്ധന്മാർക്ക് വേണ്ടി വിശുദ്ധ സ്ഥലത്തെക്കുറിച്ച് വിശുദ്ധമായിട്ട് വിശുദ്ധ ചിന്തകൾ നടത്തുന്ന, വിശുദ്ധ തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് എന്ത്? പള്ളി. പൊതുയോഗം.
അപ്പൊ നിങ്ങൾക്ക് ചിരി വന്നല്ലേ? ശരിയാ. അതുകൊണ്ടാണ് കുമ്പസാരിച്ച് കുർബാന അനുഭവിച്ചവർ മാത്രമേ പുതിയ ഇരിക്കാവൂ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, പരിശുദ്ധ സുന്നോദോസ് നമ്മൾ പറയത്തില്ലേ? പരിശുദ്ധ സുന്നോദോസ് അല്ലേ പറയുന്നേ? എന്റെ അഭിപ്രായത്തിൽ പൊതുയോഗത്തെയും പരിശുദ്ധ പൊതുയോഗം എന്ന് വിളിക്കണമെന്നാണ്. വിശുദ്ധന്മാരിരുന്ന് സംസാരിക്കുന്ന സ്ഥലമായിരിക്കണം എന്ത്? പൊതുയോഗം. ആ ദൈവത്തിന്റെ വിശുദ്ധി പ്രതിഫലിക്കുന്ന സ്ഥലമായിരിക്കണം എന്ത്? പൊതുയോഗം. അപ്പം ഈ വിശുദ്ധമായ സംഗതിയാണ് ദൈവവും മനുഷ്യനും തമ്മിൽ ചേർന്ന് വരുന്ന ഒരു ഏരിയ. നമ്മൾ ഈ വെൻ ഡയഗ്രം വരയ്ക്കുമ്പം ഒരു വട്ടം ഇങ്ങനെ, വേറൊരു വട്ടം ഇങ്ങനെ, ഈ രണ്ട് വട്ടങ്ങളിലൂടെ ചേർന്ന് വരുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയാണ് വിശുദ്ധി. ദൈവം പൂർണ്ണമായിട്ടും വിശുദ്ധനായിരിക്കുന്നു, മനുഷ്യൻ ആ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നു. ആ കോമൺ ഏരിയ എന്തുമാത്രം കൂടുന്നോ അത്രയും വിശുദ്ധിയും വർദ്ധിക്കും. കോമൺ ഏരിയ കുറയുന്നോ അത്രയും വിശുദ്ധി കുറയും. അപ്പം ഈ ദാവീദ് അപ്പം ഭക്ഷിക്കാൻ, ദാവീദ് ശൗലിനെതിരെ യുദ്ധം ചെയ്യുന്ന സമയത്ത് സാദേക്ക് സാദേക്ക് പുരോഹിതന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേന് അവർ പറയുന്നുണ്ട്, വിശുദ്ധന്മാർക്ക് കാഴ്ചയപ്പം ഇരിപ്പുണ്ട്, അത് പക്ഷേ വിശുദ്ധരായിരിക്കുന്നവർക്ക് തരാൻ ഒക്കൂ. എന്താണ് അതിന്റെ അർത്ഥം? സെറ്റപ്പാർട്ട് അപ്പമാണ്, തരാൻ പറ്റില്ല. പക്ഷെ നിങ്ങള് വിശുദ്ധരാണെ തരാം. നാസീർ എന്ന വാക്ക് കേട്ടിട്ടില്ലേ? വേർതിരിക്കപ്പെട്ടവൻ. വിശുദ്ധനാണെങ്കിൽ തരാം. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ വിശുദ്ധി. അപ്പോൾ ഈ ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നതും ഈ വിശുദ്ധിയിൽ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് പറയും. അവിടെ യെശയ്യാവിന് ഒരു ദർശനം ഉണ്ടാകുന്നു. ഒരു കൊടിലുകൊണ്ട് ഒരു അവന്റെ അധരത്തിൽ സ്പർശിക്കുന്നു. അപ്പൊ യെശയ്യാവിന് അനുതാപം വന്നു. ഞാന് പാപിയായിരിക്കുന്ന മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ദൈവത്തിന്റെ വിശുദ്ധിയെ കണ്ടു, ഞാൻ നശിച്ചു. കാരണം എന്താ നശിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? എന്റെ ആ ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് വന്നപ്പോൾ എന്റെ അശുദ്ധി ഞാൻ കാണുന്നു, അതുകൊണ്ട് ഞാൻ നശിച്ചവനാവുന്നു. അല്ല, ദൈവത്തിന്റെ ആ വിശുദ്ധി കണ്ടുകൊണ്ട് നശിച്ചതല്ല. ദൈവത്തിന്റെ വിശുദ്ധി ഞാൻ കണ്ടപ്പോൾ എന്റെ അശുദ്ധി ഞാൻ കാണുന്നു, അതുകൊണ്ട് ഞാൻ നശിക്കപ്പെട്ടവനായിരിക്കുന്നു എന്ന് എനിക്ക് തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ദൈവം ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് യെരൂശലേം. അതുകൊണ്ട് ആ നഗരം വിശുദ്ധമാണ്. ഇപ്പൊ നമ്മളെല്ലാരും ഹോളി ലാൻഡിൽ പോയെന്നല്ലേ ചോദിക്കുന്നേ? അപ്പൊ എന്തിനാ ഈ ഹോളി ലാൻഡ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ദാറ്റ് ഈസ് എ സെറ്റ് അപ്പാർട്ട് ലാൻഡ്. ഇനിയും ദൈവത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നതിനെ, അപ്പം വിശുദ്ധി ആയിരിക്കുന്നതിനെ ഓട്ടോ റൂഡോൾഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇതിനെ കുറിച്ച് എഴുതിയത് ഹോളി യാത്തർ എന്ന് എഴുതിയിരിക്കുന്നത്. ദ ഹോളി യാതർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും വേർതിരിക്കപ്പെട്ടിരിക്കുന്നവൻ. ആ പൂർണ്ണമായും വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 2, നീതിമാനായ ദൈവം. ദൈവത്തിന് നീതിമാനായിരിക്കുന്നു. സാദേക്ക് എന്നാണ് നീതി എന്നുള്ളതിന്റെ വാക്ക്. എബ്രായ ഭാഷയുള്ള വാക്കാണ്. ദിക്കയ്യോസുനി എന്ന് ഗ്രീക്ക് ഭാഷയിൽ പറയും. അപ്പൊ ദൈവം നീതിമാൻ. ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ന്യായവും സത്യവും പ്രതിഫലിപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ദൈവത്തിന്റെ നീതി. അപ്പം രാജാവിന്റെ ബലത്തെ നീ നേരോട് സ്ഥിരമാക്കിയിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ 99:4 വാക്യത്തിൽ 99 സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ഇവിടെ മാത്യു വൈദ്യനച്ചൻ എഴുതുന്നുണ്ട്. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ നീതി എങ്ങനെയാണ്? ദൈവം ക്ഷമിക്കുന്നവനാകുന്നു എന്നതിലാണ് ദൈവത്തിന്റെ നീതി. ഇപ്പൊ നമ്മള് ഈ ഹൂസോയ പ്രാർത്ഥന വായിക്കുമ്പോൾ, എങ്കിലോ പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ, ബാക്കി ആർക്കെങ്കിലും സൂചിപ്പിക്കാം, പൂർണ്ണമാക്കാമോ? തുടച്ചു മായ്ക്കുന്നവനെന്നാണോ? അല്ല. എങ്കിലോ പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ഓർക്കാതിരിക്കുന്നവനും ക്ഷമിക്കുന്നവൻ. ഞാനങ്ങനെ ലീവ് ചെയ്യട്ടെ, അടുത്ത ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം ഓർത്താൽ മതി എന്ന് പറയട്ടെ. മായ്ച്ചു കളയുന്നു. മായ്ച്ചില്ലായ്മ ചെയ്യുന്നവനുമാകുന്നു കർത്താവേ. അപ്പൊ എന്ത് ചെയ്താലും ദൈവം അങ്ങ് ക്ഷമിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് എന്തും കാണിക്കാം, കുഴപ്പമില്ല, ദൈവം ക്ഷമിച്ചോളൂ, അങ്ങനെയാണ് അതിന്റെ അർത്ഥം. അങ്ങനല്ല അതിന്റെ അർത്ഥം. അനുദപിക്കുന്ന ഏതൊരു തിന്മയെയും ദൈവം ക്ഷമിക്കും എന്നതിന്റെ അർത്ഥം. ഞങ്ങളുടെ തിന്മകളെ മായ്ച്ചില്ലായ്മ ചെയ്യുന്നവനെന്ന് പറഞ്ഞാൽ, ഓർക്കാതെ മായ്ച്ചില്ലായ്മ ചെയ്യുന്നവനെന്ന് പറഞ്ഞാൽ അനുദപിക്കുന്ന ഏത് തിന്മയും ദൈവം മായ്റ്റിക്കളയും എന്നതിന്റെ അർത്ഥം. അപ്പൊ ദൈവം നീതിമാനായിരിക്കുന്നത്
ക്ഷമിക്കുന്നവനായിരിക്കുന്നത് മുടിയനായ പുത്രൻ യു ടേൺ എടുത്ത് വന്നപ്പോഴാണ് അവന് ക്ഷമ ലഭിച്ചത് എന്ന് ഓർക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു യഥാർത്ഥ അനുതാപത്തിൽ ദൈവത്തോട് അടുത്ത്, നീ അവനോട് അടുത്ത് വരും, അവൻ നിന്നോടും അടുത്ത് വരും. അപ്പൊ ദൈവത്തോട് അടുത്ത് വരുന്നവനോട് സ്നേഹത്തിൽ പെരുമാറുന്നവനായ ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. അതാണ് ദൈവത്തിന്റെ നീതി. ആ നീതി എന്ന് പറയുന്ന ന്യായവിധിയിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കണം. ദൈവത്തിന്റെ ന്യായവിധി എന്താണ്? ഈ നീതിയെ പ്രതിഫലിപ്പിക്കുന്ന ന്യായവിധിയായിരിക്കും. അപ്പൊ നീതിയുടെ പര്യായങ്ങള് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയം, സ്നേഹം, മഹത്വം, നന്മയുടെ വിളനിലം, അയൽക്കാരനോട് സ്നേഹമുള്ളവൻ, ക്ഷീണനോട് ദരിദ്രനോട് കരുണ കാണിക്കുന്നവൻ, ദുഃഖിതനെ ആശ്വസിപ്പിക്കുന്നവൻ, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവൻ, വിശ്വസ്തനായവൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ സംഗതിയാണ് കരുണ, ദൈവത്തിന്റെ കരുണ, ദയ, സ്നേഹം. അപ്പൊ ഒരു കാര്യം നീതിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം കൂടെ പറയാനുണ്ട്. 51-ാം സങ്കീർത്തനത്തിൽ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധിയിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യും. അപ്പൊ കർത്താവിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുക, അവന്റെ ന്യായവിധിയിൽ നീ ജയിക്കും. അപ്പൊ അവന്റെ വചനത്തെ പ്രമാണിക്കുന്നവനാണ് അവന്റെ ന്യായവിധിയിൽ ജയിക്കുന്നവൻ. അതാണ് നീതിയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി കൊണ്ട്. പിന്നെ ഈ കാരുണ്യവാനായ ദൈവം, ദൈവത്തിന്റെ കരുണ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ നീതിയിൽ അധിഷ്ഠിതമായ മൂന്നാമത്തെ കാര്യമാണ് കരുണ. അപ്പം വിശുദ്ധി, നീതി, കരുണ, ഇത് മൂന്നും കൂടിപ്പിണഞ്ഞു കിടക്കുന്ന സംഗതികളാണ്. നീതിയില്ലാതെ വിശ്വാസമില്ല, വിശുദ്ധിയില്ല, വിശുദ്ധിയില്ലാതെ കരുണയില്ല, കരുണയില്ലാതെ നീതിയില്ല. അപ്പോൾ ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത് എന്താണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം കരുണ ചെയ്തു. അങ്ങനെ സൃഷ്ടിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം കരുണ ചെയ്യുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. മനുഷ്യൻ മരിക്കുന്നു. മരണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പേടിയല്ലേ? മരണത്തെ പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും പറയും എനിക്ക് ഒരു പേടിയില്ലെന്ന് പറയും. ഞാൻ ഇപ്പൊ റെഡിയാന്നൊക്കെ പറയും. അങ്ങനെ ശരിക്കും പേടിയില്ലാത്ത കുറെ പേരൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ 99% ആളുകൾക്കും മരണത്തിന്റെ സമയത്തോട് അടുത്ത് വരുമ്പോഴത്തേന് ആപ്പാട് അല്ലെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വലിയ ആശങ്കയാണ്. സത്യത്തിൽ മരണം എന്ന് പറയുന്നതും ദൈവത്തിന്റെ കരുണയുടെ ഭാഗമാണ്. ദൈവത്തിന്റെ കരുണയുടെ ഭാഗമാണ് എന്ത്? മരണം. അല്ലെന്ന് ആലോചിച്ച് നോക്കി, 200-300 കൊല്ലമൊക്കെ നമ്മൾ ഇവിടെ അങ്ങ് ഇരിക്കുകയാണ്. ഈ എന്റെ കർത്താവേ, നമുക്കിരിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ഇനി ഞാൻ വേറൊരു കാര്യം, അത് ഇതേ പറഞ്ഞ സംഗതി 180 ഡിഗ്രി തിരിച്ച് ചിന്തിക്കട്ടെ. ഒരു 350 വയസ്സുള്ള ഒരു അപ്പച്ചൻ എവിടെയെങ്കിലും ഉണ്ടെന്ന് ഇരുന്നോട്ടെ. അപ്പച്ചൻ എഴുന്നേക്കാനും മേല, ഇരിക്കാനും മേല. അപ്പച്ചനെ ശുശ്രൂഷിച്ച് നമ്മൾ ഇരിക്കുക. എങ്ങനെയാ? കേട്ടിട്ട് സന്തോഷം തോന്നുന്നുണ്ടോ? 350 വയസ്സുള്ള അപ്പച്ചനെ സൂക്ഷിക്കാൻ മേല പറയുന്ന പഴയ നിയമത്തിലൊക്കെ 900 വർഷം ജീവിച്ച കഥകളും 800 വർഷവും 500 വർഷവും 1000 സംവത്സരം 1000 മേലിരുന്നത്. അപ്പൊ അവരെങ്ങനെയായിരുന്നു? ആ കാലം എന്ന് പറയുന്നത് ചരിത്രാതീത കാലമാണ്. ചരിത്രത്തിന് മുമ്പുള്ള കാലമാണ്. അപ്പൊ ചരിത്രത്തിന് മുമ്പുള്ള കാലത്തെ അവര് ദീർഘായുസ് ഉണ്ടായിരുന്നു എന്നുള്ളതിന് എഴുതിയിരിക്കുന്ന ഒരു ആർബിട്രറി നമ്പറാണത്. അല്ലാതെ അതിനെ ലിറ്ററലായിട്ട് വ്യാഖ്യാനിച്ചാൽ ശരിയാവില്ല. ലിറ്ററലായിട്ട് വ്യാഖ്യാനിക്കരുത്. ചില ആളുകള് ഒക്കെ ഈ പറഞ്ഞ ആദാമിന്റെ വയസ്സ് മുതൽ ഇങ്ങോട്ട് പുറകോട്ട് എണ്ണി ഇത്രയും കാലമായി ലോകം ഉണ്ടായെന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന കണ്ടിട്ടുണ്ട്. ദാറ്റ്സ് നോട്ട് കറക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് 4ാമത്തെ ചാപ്റ്ററിലേക്ക് കയറാം. സൃഷ്ടി, പരിപാലനം, കരുതൽ. അപ്പൊ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ലോക സൃഷ്ടിയെ കുറിച്ച് നമുക്ക് ആർക്കെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ട്? ക്രിയേഷന്റെ ഒരു അക്കൗണ്ട് നമ്മുടെ ആരുടെയും ഉണ്ടോ? ഇല്ല. ബിഗ് ബാങ് തിയറി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന ഒരു സ്പെക്കുലേഷനാണ്. ചാൾസ് ഡാർവിൻ തിയറി ഓഫ് ഇവല്യൂഷൻ പറഞ്ഞു, അതൊരു സ്പെക്കുലേഷനാണ്. ഇതെല്ലാം സ്പെക്കുലേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സൃഷ്ടിയെക്കുറിച്ചുള്ള പല തിയറികളും റിവൈസ് ചെയ്യപ്പെടുന്നുണ്ട് സയൻസിൽ. എന്നാൽ ദൈവം ലോകത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു അതിന് റിവിഷൻ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഒരു റിവിഷനും ഉണ്ടായിട്ടില്ല. അപ്പം ഇത് പ്രത്യേകമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ദൈവം സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ വിശ്വാസത്തിൽ കൂടിയാണ് ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. നമ്മൾ വിശ്വസിക്കണം, എങ്കിലേ സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് അറിയാൻ നോക്കൂ. അപ്പൊ അതുകൊണ്ട്
ഈ ലോകത്തെ സൃഷ്ടിച്ചത് ആരാണ്? ഈ ലോകത്തെ അതിലുള്ള സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ്. ആ വിശ്വാസത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പം ഈ ദൈവത്തെക്കുറിച്ചുള്ള ചില ചിന്തകളൊക്കെ ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ ഡുവലിസം എന്ന് പറയും, ദ്വൈത സിദ്ധാന്തം. ഈ തമ്മിൽ വാലെ കടിക്കാനിരിക്കുന്ന രണ്ട് മീനുകളുടെ ചിത്രം നമുക്ക് ഇഷ്ടംപോലെ നമ്മൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. ഒരു മീൻ ഇങ്ങനെ മറ്റേ മീനിന്റെ വാലെ കടിക്കുന്നു, ആ വാലെ കടിക്കപ്പെടുന്ന മീൻ ഇപ്പുറത്ത് മറ്റേ മീനിന്റെ വാലെ കടിക്കുന്നു. അങ്ങനെ ഒരു സംഗതിയുണ്ട്. അപ്പൊ അതിന് ഈ സൊറാസ്ട്രിയൻ മതത്തിൽ അങ്ങനെ ഒരു സംഗതിയുണ്ട്. അതായത് അഹൂര മസ്ദ, അഗ്രമന്യു എന്ന് വിളിക്കുന്ന രണ്ട് ദൈവങ്ങൾ. അഹൂര മസ്ദ എന്ന് പറയുന്നത് നന്മയുടെ ദൈവവും അഗ്രമന്യു എന്ന് പറയുന്നത് തിന്മയുടെ ദൈവവും. ഈ അഗ്രമന്യു അഹൂര മസ്ദായും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. അവർ തമ്മിൽ ശക്തമായ യുദ്ധം നടക്കുന്നു. ഈ യുദ്ധത്തിന്റെ ഫലമാണ് സൃഷ്ടി എന്ന് ഈ സൊറാസ്ട്രിയൻ മതക്കാർ പറഞ്ഞു. രണ്ടാമതൊരു കൂട്ടർ പറഞ്ഞു എമിനേഷൻ ആണ്, അതായത് ഒരു ഇങ്ങനെ കിരണങ്ങൾ പുറപ്പെടുന്ന പോലെ. ഇവിടെ മാത്യുവത്തിന് എഴുതിയിരിക്കുന്നത് സ്ഫുലിംഗ പ്രമാണം എന്ന് എഴുതിയിരിക്കുന്നത്. അത് മലയാളത്തിൽ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ വലിയ പാടാണ്. എമിനേഷൻസ്, അതായത് സൂര്യന്റെ കിരണങ്ങൾ ഇങ്ങനെ വരയ്ക്കുകയില്ലേ, ഇങ്ങനെ ഒരുപാട് ഈ അലുക്കുകൾ വരയ്ക്കുകയില്ലേ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. ദൈവത്തിൽ നിന്ന് എങ്ങനെ സൃഷ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെയാണ് കോസ്മിക് എഗ് തിയറി, അഖില ലോക അണ്ഡ സിദ്ധാന്തം. അപ്പം ഇതനുസരിച്ച് വലിയൊരു അണ്ഡം ഉണ്ടായിരുന്നു, ആ അണ്ഡം പൊട്ടിത്തെറിച്ചു. ബിഗ് ബാങ്ങിന് സമാനമായിരിക്കുന്ന ഒരു സംഗതി. സ്വയ സൃഷ്ടി സിദ്ധാന്തം അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ക്രിയേഷൻ തിയറി, ലോകം അതിൽ തന്നെ ഉണ്ടായതാണ്, ദൈവത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല, തന്നിൽ തന്നെ ദൈവം, തന്നിൽ തന്നെ ലോകം അങ്ങ് ഉണ്ടായിരിക്കുന്നു. പിന്നത്തെ ഒരു സംഗതിയുണ്ട് ക്രിയേഷൻ, ഇറ്റേണൽ ക്രിയേഷൻ തിയറി. അതായത് ഈ ലോകം എന്ന് പറയുന്നത് നിത്യമായിട്ടുള്ളതാണ്, അതിന് നാശമൊന്നും വരാൻ പോകുന്നില്ല, അതിനെ സൃഷ്ടിക്കാനും പറ്റില്ല നശിപ്പിക്കാനും പറ്റില്ല എന്ന് പറയുന്ന ഒരു സംഗതി. പിന്നത്തെ ഒരു തിയറിയാണ് ഇലൂഷൻ, മായ. ഈ ശങ്കരൻ അദ്ദേഹത്തിന്റെ തിയറി ആയിരുന്നു മായ, സർവവും മായ. അപ്പോൾ ഇന്ത്യൻ തത്വശാസ്ത്രം, അതായത് സാഖ്യ യോഗ സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ട് വന്ന സംഗതിയാണ് മായാവാദം. ഇനിയും വേറൊരു സംഗതിയാണ് ഡെയിസം എന്ന് പറയുന്നത്. ഡെയിസം, DEISM, വിദൂരസ്ഥനായത്. ദൈവം ദൂരെ ഇങ്ങനെ ഇരിക്കുക, ആ ദൈവത്തിന് പ്രത്യേകിച്ച് ഇടപാടൊന്നുമില്ല. ദൈവം ലോകത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ദൈവം അങ്ങ് വിട്ടിരിക്കുക, നീക്ക് എന്നെ അവിടെ പോയി ചെയ്തു. അപ്പം അതിന് പറഞ്ഞ ഉദാഹരണം ഇതാണ്, ഒരു വാച്ച് ഉണ്ടാക്കിയ ആള് അതിന്റെ പിന്നാലെ ഇരിക്കുവോ? ഇതെന്താ വാച്ച് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുവോ? ഇല്ല. ഒരു കാർ ഉണ്ടാക്കിയ കമ്പനി, ടൊയോട്ട എന്ന് പറഞ്ഞ കമ്പനി കാർ ഉണ്ടാക്കി നമുക്ക് തരുന്നു. എന്നിട്ട് ഈ കാറ് എങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ടൊയോട്ട കമ്പനിക്കാര്. ഇപ്പൊ അങ്ങനെയാണ് കേട്ടോ. ഈ കാറിനകത്തൊക്കെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഈ കമ്പ്യൂട്ടേഴ്സ് അവസാനം കാറും കൊണ്ട് നമ്മുടെ സർവീസിന് കൊണ്ട് കഴിയുമ്പോൾ അവർ ഈ കമ്പ്യൂട്ടർ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാറോട് എന്നൊക്കെ ചെയ്യുന്നത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പൊ കാറിന്റെ ഉദാഹരണം, വാച്ചിന്റെ ഉദാഹരണം ഒന്നും എടുക്കാൻ കഴിയില്ല. ആപ്പിൾ വാച്ചോട് എന്താ ചെയ്തേക്കെന്നുള്ളത് ടിം കുക്കിന് കൃത്യമായിട്ട് അറിയാം. അപ്പം പക്ഷെ പഴയ കാലത്തെ ഇതുപോലത്തെ വാച്ച് ഉണ്ടല്ലോ, ഈ ഇതുപോലത്തെ വാച്ചിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ക്ലോക്ക് ഉണ്ടാക്കിയിട്ട് ഈ ഉണ്ടാക്കിയ പുള്ളി അതുണ്ടാക്കി അവിടെ വെച്ചു, പിന്നെ അതിൽ എന്താന്നുള്ളത് നോക്കുന്നില്ല. അപ്പൊ അതാണ് ഈ ഡെയിസം എന്ന് പറയുന്നത്. ഇനിയും പാൻഡെയിസം എന്ന് വിളിക്കുന്ന ഒരു സംഗതിയുണ്ട്, അതായത് സകലവും ദൈവമാകുന്നു. തൂണിലും തുരുമ്പിലും എന്തായിരുന്നു അതെന്തായിരുന്നു ഒരു നിമിഷം, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. അങ്ങനെ ഒരു പാട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് ദൈവം, സകലയിടത്തും ദൈവം, കാണുന്നതൊക്കെ ദൈവം, ഇരിക്കുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും ഒക്കെ എവിടെയാ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിലാകുന്നു. ഇതെല്ലാമാണ് ദൈവം. അങ്ങനെ വിളിക്കുന്ന ഒരു തിയറി ഉണ്ട്, അതിനെയാണ് പാൻതെയിസം എന്ന് വിളിക്കുന്നത്. 2, പാനൻതെയിസം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് എല്ലാം ദൈവമാണെന്ന് പറയുകയല്ല ചെയ്യുന്നത്, പകരം എല്ലാം ദൈവത്തിലാകുന്നു എന്ന് പറയാം. അതാണ് പാനൻതെയിസം. പാൻതെയിസം എന്ന് പറഞ്ഞാൽ എല്ലാം ദൈവമാണ്. പാനൻതെയിസം എന്ന് പറഞ്ഞാൽ സർവവും ദൈവത്തിലാകുന്നു എന്ന് പറയുന്നതാണ് പാനൻതെയിസം. ഇനി മെറ്റീരിയലിസം, ആദ്യയിലുണ്ടായിരുന്ന വസ്തു അതൊരു ഒരു 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 ബേസ് മെറ്റീരിയൽ. എന്നാൽ ആ വസ്തുവിൽ നിന്ന് സകല സംഗതികളും ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു. ഈ തിയറി ഓഫ് എവല്യൂഷൻ ഒരു പരിധിവരെ അതിനോട് ചേർന്ന് വരുന്നതാണ്. അപ്പൊ അത് അടുത്ത സംഗതിയായിട്ട് പറഞ്ഞത് ചാൾസ് ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷൻ. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്
ക്രിസ്തീയ അടിസ്ഥാനത്തിൽ സൃഷ്ടി. അതായത് ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? സർവശക്തിയുള്ള പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമാകുന്ന സകലത്തിന്റെയും സൃഷ്ടാവുമായിരിക്കുന്ന സത്യ ഏക ദൈവം. അപ്പൊ പിതാവാൻ ദൈവമാണ് സൃഷ്ടികർമ്മം നിർവഹിച്ചിരിക്കുന്നത് എങ്കിൽ എവിടെയാണ് സൃഷ്ടി? ആ സൃഷ്ടി എന്ന് പറയുന്നത് പിതാവാൻ ദൈവത്തിൽ കൂടെയാകുന്നു എന്ന്, പിതാവാൻ ദൈവമാകുന്നു ചെയ്തത്, പുത്രനിൽ കൂടെയാകുന്നു സൃഷ്ടിച്ചത്, പരിശുദ്ധാത്മാവുന്നു സൃഷ്ടിക്ക് ജീവൻ നൽകിയിരിക്കുന്നത് എന്ന് പറയും. അപ്പൊ ആ സൃഷ്ടി ഒന്നുമില്ലായ്മയിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നുമില്ലായ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വാട്ട് ഡസ് ഇറ്റ് മീൻ? നത്തിങ്. ഗ്രീക്ക് ഭാഷയില് ലാറ്റിൻ ഭാഷയില് ഈ നത്തിങ് എന്നുള്ളതിന് തുല്യമായ വാക്കാണ് നിഹീലോ. ഈ നിഹീലോ, നത്തിങ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒന്നുമില്ലായ്മ, ശൂന്യത എന്ന് പറയുന്നതിന്റെ അർത്ഥം ദ ഫുൾനെസ് ഓഫ് ആൻ എൻഡ്ലെസ് പോസിബിലിറ്റി എന്നാണ്. ഫുൾനെസ് ഓഫ് ആൻ എൻഡ്ലെസ് പോസിബിലിറ്റി എന്നാണ് നിഹീലോ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ പോസിബിലിറ്റിയെ റിയാലിറ്റി ആക്കി ദൈവം മാറ്റിയിരിക്കുന്നു. അതിനെയാണ് സൃഷ്ടി എന്ന് വിളിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. നിഹീലോ മീൻസ് ദ ഫുൾനെസ് ഓഫ് ആൻ എൻഡ്ലെസ് പോസിബിലിറ്റി. ആ ഫുൾനെസ് ഓഫ് ആൻ എൻഡ്ലെസ് പോസിബിലിറ്റിയെ, പൊട്ടൻഷ്യാലിറ്റിയെ റിയാലിറ്റി ആക്കി മാറ്റി, അതാണ് സൃഷ്ടി. അങ്ങനെ റിയാലിറ്റി ആയിട്ട് അതിനെ മാറ്റുന്ന ആ വ്യക്തിയുടെ പേരാണ് എന്ത്? ദൈവം. അതാണ് ക്രൈസ്തവ ചിന്ത. അപ്പൊ ഒരു കാര്യം കൂടെയുണ്ട്. നമ്മൾ സൃഷ്ടി എന്ന് പറയാൻ നമ്മൾ സമയത്തിൽ കൂടെ നമുക്ക് മുന്നോട്ട് വരക്കുള്ളൂ, അല്ലെ? സ്ഥലകാലം, isn't it? അപ്പം എൻഡ്ലെസ് പോസിബിലിറ്റി, ഫുൾനെസ് ഓഫ് ആൻ എൻഡ്ലെസ് പോസിബിലിറ്റിയിൽ ഒരു സംഗതിയെ സ്ഥലകാലത്തിന് ഉള്ളിലാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആ പ്രക്രിയയുടെ പേരാണ് എന്ത്? സൃഷ്ടി. ഒന്നുകൂടെ പറയാം, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണെന്നറിയാം. ഒന്നുകൂടെ പറയാ. ശൂന്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾനെസ് ഓഫ് ആൻ എൻഡ്ലെസ് പോസിബിലിറ്റി. അനന്ത സാധ്യതയുടെ പൂർണ്ണതയാകുന്നു ശൂന്യത. ശൂന്യത കൊണ്ടൊരു വലിയ സാധ്യതയാണ് അനന്ത സാധ്യത. ആ അനന്ത സാധ്യതയുടെ പൂർണ്ണതയാണ് ശൂന്യത. ആ പൂർണ്ണതയിലുള്ള, ആ ശൂന്യതയുടെ പൂർണ്ണതയിൽ നിന്നും ഒരു സംഗതിയെ സ്ഥലകാലത്തിന് ഉള്ളിലാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആ പ്രക്രിയയുടെ പേരാണ് എന്ത്? സൃഷ്ടി. ഞാൻ ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് ധൈര്യമായിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ദയവായിട്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നതുകൊണ്ട് എനിക്ക് നാണക്കേടാണ്, ബാക്കിയുള്ളവർ എന്നെ കുറച്ച് കാണുമോ, എനിക്ക് ബുദ്ധിയില്ലെന്ന് വിചാരിക്കുമെന്ന് വേണ്ട. ഒരുപാട് പേർക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ നിർത്തി ചോദിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞു. അപ്പം സീറോയിൽ നിന്ന് ഒരു സൃഷ്ടിയെ ഉണ്ടാക്കും എന്നുള്ളതാണ്. എല്ലാം ഫുൾനെസ്സിൽ നിന്ന് ഒരു സ്ഥലവും ടൈമും സ്പേസും ഉള്ള സൃഷ്ടിയെ ഉണ്ടാക്കുന്നതാണ് ദൈവത്തിന്റെ സൃഷ്ടി. അതാണ് ക്രിസ്തീയ വിശ്വാസം. നെൽസൺ ഒരു 60% കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് 100 കിട്ടിയിട്ടുണ്ടോന്ന് അതിന്റെ അർത്ഥമില്ല കേട്ടോ. എനിക്കൊരു 60 കിട്ടിയിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് എന്റെ ചിന്ത എങ്ങനെ, എനിക്കൊരു 60% മനസ്സിലായിട്ടുണ്ടെന്ന് എന്റെ എന്താണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഈ ശൂന്യത എന്ന് പറയുന്നത് ഫുൾനെസ് ഓഫ് ആൻ എൻഡ്ലെസ് പോസിബിലിറ്റി എന്ന് പറയുന്നത്, അതായത് അനന്ത സാധ്യതയുടെ പൂർണ്ണതയാകുന്നു ശൂന്യത. അത്രയും കിട്ടിയോ? കിട്ടി. അനന്ത സാധ്യതയുടെ പൂർണ്ണതയാകുന്നു ശൂന്യത. ആ അനന്ത സാധ്യതയുടെ പൂർണ്ണതയിൽ നിന്നും ഒരു സംഗതിയെ സ്ഥലകാലത്തിന് ഉള്ളിൽ ആക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. സ്ഥലകാലം എന്ന് പറയുന്നത് എന്താണ്? സ്ഥലം, നീളം, വീതി, ഉയരം. അതാണ് സ്ഥലം എന്ന് പറയുന്നത്. കാലം, സമയത്തിന്റെ ഒരു പർട്ടിക്കുലർ പീരീഡ്. 1990 മുതൽ 2025 വരെ കാലം. ആ സ്ഥലകാലത്തിനുള്ളിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഒരു പർട്ടിക്കുലർ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സാധനം ഇല്ലാതായി പോകുന്നു. അതിനെയാണ് സൃഷ്ടി എന്ന് വിളിക്കുന്നത്. ഇസ് ക്ലിയർ നൗ? ഓക്കെ, വെരി ഗുഡ്. അപ്പം അങ്ങനെ അപ്പം സമയത്തെക്കുറിച്ച് 2-3 സംഗതികളുള്ള സൃഷ്ടിക്ക് മുമ്പ് സമയം ഉണ്ടായിരുന്നു, സമയം സൃഷ്ടിക്ക് ശേഷം ഉണ്ടായതാണ്, 3 സൃഷ്ടിയോടൊപ്പം ഉണ്ടായതാണ് സമയം.
ക്രൈസ്തവ ചിന്താഗതിയിൽ സമയം സൃഷ്ടിയാണ്, സൃഷ്ടിയോടൊപ്പം ഉണ്ടാക്കപ്പെട്ട ദൈവം സൃഷ്ടിച്ചതാണ് സമയം. അപ്പൊ എങ്ങനെയാണ് വേദോസത്തിൽ സമയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും. പകൽ രാത്രി എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ വേർഡുകൾ എന്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നു? സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി. അപ്പൊ സമയം സൃഷ്ടിച്ച ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എന്താണ്? സമയം. ആകാശം ഭൂമി എന്ന് പറയുമ്പോഴത്തേന് സ്ഥലവും അതിനോടൊപ്പം തന്നെ കാലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇസ് ക്ലിയർ? ആ സ്ഥലകാലത്തിൽ ബാക്കി കാര്യങ്ങൾ, അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ സൃഷ്ടി ഉണ്ടായി വന്നിരിക്കുന്നു. അപ്പൊ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം സൃഷ്ടിക്കപ്പെട്ട ഒന്നിനും അതിനെ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇനിയും മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചു. ഈ സ്റ്റെം സെൽസ് എന്നൊക്കെ പറയത്തില്ലേ? മനുഷ്യന്റെ ശരീരത്തിൽ സ്റ്റെം സെൽസ് ഉണ്ട്. മനുഷ്യന്റെ ശരീരത്തിൽ സെല്ലുകൾ സ്വന്തമായിട്ട് ഉണ്ടായി വരുന്നു. അതിങ്ങനെ ഉണ്ടായി വരുന്ന അതാണ് സൃഷ്ടി. ദൈവത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഇങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഈ സൃഷ്ടിയുടെ അടുത്ത പടിയാണ് എന്ത്? അതിന്റെ വേറെ രണ്ടാമത്തെ ഘടകമാണ് എന്ത്? നാശം എന്ന് പറഞ്ഞാൽ മരണവും സൃഷ്ടിയുടെ തുടർച്ചയാകുന്നു. അപ്പം ഈ സൃഷ്ടിയുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു സംഗതിയാണ് പരിപാലനം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, സർവ്വത്തെയും സൃഷ്ടിച്ചു, അവൻ പരിപാലിക്കുന്നു. അപ്പം ദൈവത്തെക്കുറിച്ച് 3 കാര്യങ്ങൾ വീണ്ടും പറയാം. വിദൂരസ്ഥനായിരിക്കുന്ന ദൈവം ഇങ്ങനെ വിദൂരസ്ഥനായിട്ടിരിക്കുന്നു. ദൈവത്തെ അടുത്ത് കാണാനും നോക്കുന്നില്ല. 2, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ദൈവം. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ നോക്കിയങ്ങ് പോകും. അങ്ങനെ ഒരു ദൈവം. 3, എപ്പോഴും സമീപസ്ഥനായ ദൈവം. ഇതിൽ ക്രൈസ്തവരുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? ദൂരസ്ഥനാണോ? ഇടയ്ക്കിടയ്ക്ക് വരുന്നവനാണോ? വല്ലപ്പോഴൊക്കെ വന്ന് കണ്ടേച്ചു പോകുന്ന അമ്മാച്ചനാണോ? അതോ സ്ഥിരം വീട്ടിലുള്ള അപ്പനാണോ? സ്ഥിരം വീട്ടിലുള്ള അപ്പൻ. സമീപസ്ഥനാകുന്നു. ദൈവം എപ്പോഴും സമീപസ്ഥനാകുന്നു. ദൈവം എപ്പോഴും നമ്മുടെ നന്മയെക്കുറിച്ചും നമ്മുടെ വളർച്ചയെക്കുറിച്ചും കൺസേൺഡ് ആയിരിക്കുന്ന ഒരു ക്ലോസ് ബൈ പേഴ്സണാണ്. എപ്പോഴും നമ്മുടെ കൂടെയുള്ളവനാണ്. ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. അപ്പൊ ദൈവം ഇങ്ങനെ സകലത്തെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഹാർമോണിയസ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുന്ന ദൈവമാകുന്നു. അപ്പം ദൈവം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെയുള്ളവനാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനിയും 5-ാമത്തെ പാഠത്തിലേക്ക്. ദൈവിക സ്നേഹം, ശക്തി, ജ്ഞാനം. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം, നേരത്തെ നമ്മൾ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു. ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നൊന്നും മാറി നിൽക്കാൻ പറ്റത്തില്ല. ദൈവം തന്റെ സൃഷ്ടിയിൽ കൂടെയാണ് അവന്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നത്. ഏറ്റവും വലിയ ഉദാഹരണമാണ് മനുഷ്യാവതാരം. അവൻ കുരിശിൽ യാഗമായി മരിച്ചു. അങ്ങനെ മരിച്ച അവൻ പിതാവാൻ ദൈവത്തെ സർവശക്തനായ ദൈവം എന്ന് നമുക്ക് കാണിച്ചു തന്നു. അവന്റെ സ്നേഹം യേശുക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ടു. ആ സ്നേഹത്തെ നമ്മൾ കാണുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ് പരിശുദ്ധ കുരിശ്. പരിശുദ്ധ കുരിശിലാകുന്നു നാം സ്നേഹത്തെ കാണുന്നത്. അഗെയിൻ ഈ കുരിശ് സെറ്റപ്പാർട്ടാണ്, വിശുദ്ധമാണ്. നിങ്ങൾക്കറിയാമോ, പള്ളി കൂദാശ ചെയ്യുമ്പോൾ ഒരു സാധനത്തെ മാത്രം കുരിശ് വരയ്ക്കത്തില്ല. എന്നതിലാണെന്നറിയാമോ? പള്ളിക്കകത്ത് മധുവായിൽ ത്രോണോസിൽ ഇരിക്കുന്ന കുരിശില്ലേ, ആ കുരിശിൽ മാത്രം കുരിശ് വരയ്ക്കത്തില്ല. കാരണം കുരിശിനെ വിശദീകരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? സകലത്തെയും വിശദീകരിക്കുന്ന സാധനമാണ് എന്ത്? കുരിശ്. ഞാൻ കാര്യം ചോദിക്കട്ടെ, മാമോദിസ നടക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ നെറ്റിക്ക് നമ്മൾ ദ്രൂഷ്മ വരയ്ക്കും അല്ലെ? ബാഷ്മോ ദാബോ ദബ്രോ റൂഹോ ഹായോ കാദീഷുല ഹായേ ദലൂലം ഒൽമീൻ അമീൻ എന്നും പറഞ്ഞ് നമ്മൾ എന്താ ചെയ്യുന്നത്? കുരിശ് വരയ്ക്കായിട്ട് അല്ലെ? വീട്ടിൽ വന്ന് വീട് കുദാശ ചെയ്യുമ്പോഴത്തേന് എന്താ ചെയ്യുന്നത്? കട്ടളമേല് കുരിശ് വരയ്ക്കും. കുരിശ് എന്ന് പറയുന്ന സകലത്തെയും വിശദീകരിക്കുന്നതാണെങ്കിൽ അതിനെ പിന്നെ വിശദീകരിക്കാൻ നോക്കുമോ? ഇല്ല, പറ്റില്ല. അതുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ ഏറ്റവും മകുടോദാഹരണമാണ് ആര്? കുരിശ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്ന ഒരു സംഗതിയാണ്, ഇസ്രായേലേ കേൾക്കാം,
ക്ഷേമ ഇസ്രായേൽ എന്ന് പറയുന്ന യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥന, ഇന്നും അവർ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ക്ഷേമ ഇസ്രായേൽ. ഇസ്രായേലെ കേൾക്ക. എന്താണ് പറയുന്നത്? നിന്റെ ദൈവമാകുന്ന കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി നീ സ്നേഹിക്കണം. കാരണം അവൻ നിന്നെ ഈജിപ്തിൽ നിന്നും മിസ്രയീമിൽ നിന്നും കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന ദൈവമാകുന്നു. അപ്പൊ ഈ ദൈവത്തോടുള്ള ബന്ധമാണ് ഉടമ്പടി. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? തന്നിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിരിക്കുന്ന അധികാരമുള്ള രണ്ടാളുകൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന്റെ പേരാണ് ഉടമ്പടി. തുല്യരായിരിക്കുന്ന രണ്ടുപേരും തമ്മിൽ ചേരുന്നതിന്റെ പേരാണ് കോൺട്രാക്ട്, കരാർ. ഉടമ്പടിക്ക് വ്യത്യാസമുണ്ട്. രണ്ടുപേര് വ്യത്യസ്തമായ അധികാരത്തിൽപ്പെട്ട രണ്ടുപേര് തമ്മിലുള്ള ഇടപെടലിന്റെ പേരാണ് ഉടമ്പടി. ദൈവം ഇവിടെ നിൽക്കുന്നു, മനുഷ്യൻ ഇവിടെ നിൽക്കുന്നു. മേക്കിംഗ് സെൻസ്? ദൈവവുമായിട്ട് നമുക്ക് ഒരിക്കലും കരാറില്ല, പകരം ഉടമ്പടി. അതുകൊണ്ടാണ് നമ്മുടെ കല്യാണവും എന്താണ്? ഉടമ്പടിയാ, കരാറല്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു കരാറും ഇല്ല. പലപ്പോഴും നമ്മൾ പറയും എന്നെ സ്നേഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നില്ല എന്ന് പറയും. നോ, അങ്ങനല്ല. പകരം നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കും എന്ന് പറയുന്നതിന്റെ പേരാണ് എന്ത്? ഉടമ്പടി. ഉടമ്പടി എന്ന് പറയുന്നത് വൺ വേ ആണ്. മനസ്സിലായത് വ്യത്യാസം? ഉടമ്പടി വൺ വേ ഒന്നുമല്ല. ഉടമ്പടി ഓൾവേസ് ബോത്ത് വേ ആണ്. പക്ഷേ ഉടമ്പടിയിൽ രണ്ടുപേര് ഏർപ്പെടുന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും സ്റ്റേറ്റസ് വ്യത്യസ്തമാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ ഉടമ്പടിയുള്ളൂ. ഞാൻ മനസ്സിലാകാൻ വേറെ ഉദാഹരണം പറയാം. സ്റ്റേറ്റും സിറ്റിസണും തമ്മിൽ ഉടമ്പടിയാണോ കരാറാണോ? ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയില്ലേ? ഡൊണാൾഡ് ട്രംപിന്റെ അധികാരം എന്താ? മിസ്റ്റർ ട്രംപിന്റെ അധികാരം എന്താ? ഒരു മനുഷ്യൻ എന്നുള്ളതിൽ ഡൊണാൾഡ് ട്രംപിനും എനിക്കും കാര്യമായ അധികാര വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും തുല്യരാണ്. പക്ഷെ അമേരിക്കയുടെ പ്രസിഡന്റ് എന്നുള്ളതിൽ ഞാനും ഡൊണാൾഡ് ട്രംപും തമ്മിൽ അതൊരു കമ്പാരിസണും ഇല്ല. ഞാൻ വെറും ഒരു പൊടിയേക്കാളും താഴെയുള്ള, ഡൊണാൾഡ് ട്രംപ് ഭയങ്കര വലിപ്പമുള്ളൊരു മനുഷ്യൻ. അപ്പൊ ഡൊണാൾഡ് ട്രംപിന് കിട്ടുന്ന അധികാരം എവിടുന്നാണ്? അമേരിക്കയിലുള്ള 330 മില്യൺ ജനങ്ങളും അവരുടെ വ്യക്തിപരമായ അധികാരം ഡൊണാൾഡ് ട്രംപിന് സമർപ്പിച്ചപ്പോൾ 330 മില്യൺ അധികാരങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ ഡൊണാൾഡ് ട്രംപിന് വലിയൊരു അധികാരം ഉണ്ടായി. ആ അധികാരം എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ അധികാരമാണ്. ആ സ്റ്റേറ്റിന്റെ അധികാരവും ഞാനും തമ്മിൽ കവനന്റേ ഉള്ളൂ, കോൺട്രാക്ട് ഇല്ല. മേക്കിംഗ് സെൻസ്? അപ്പൊ അത് ദൈവവും ആയിട്ട് ഇനി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയോ. ഡൊണാൾഡ് ട്രംപിനും അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അദ്ദേഹം സ്വേറൻ ചെയ്തതിന്റെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ? മെലാനിയ ട്രംപ് ഇങ്ങനെ വേദോസ്തം കൈപ്പിടിക്കുകയും ഡൊണാൾഡ് ട്രംപ് അതിന് മേളിൽ കൈവയ്ക്കുകയും ചെയ്തിട്ട് അയാള് പ്രതിജ്ഞ എടുത്തു. എങ്ങനെ പ്രതിജ്ഞ എടുത്തു? ദൈവനാമത്തിൽ പ്രതിജ്ഞ എടുക്കുന്നു. കാരണം ദൈവം എന്നെക്കാളും വലിയ ആളാണെന്ന് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ അല്ലേ ഉദ്ദേശിക്കുന്നത്, അമേരിക്കയുടെ പ്രസിഡന്റും സമ്മതിക്കുന്നു. That is what it is. സമയം പോകുന്നുണ്ട്, അടുത്തിലേക്ക് കയറുക കേട്ടോ. അപ്പൊ ഇതാണ് സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹമാണത്. അപ്പൊ ആ സ്നേഹം നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുന്നത്, അത് നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ എന്തിലേ സാധിക്കുള്ളൂ? ഉടമ്പടിയിലേ സാധിക്കുള്ളൂ. അത് കവനന്റിലേ സാധിക്കുള്ളൂ, കോൺട്രാക്റ്റിൽ പറ്റില്ല. അപ്പൊ ആ സ്നേഹത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നതും എവിടെയാണ് കാണാൻ ഒക്കുന്നത്? യേശു ക്രിസ്തുവിലാണ് കാണാൻ ഒക്കുന്നത്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാന്ന് എല്ലാവരും അറിയും. പരിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 വാക്യങ്ങൾ. ആ സ്നേഹത്തിന്റെ പൂർണ്ണത നമ്മൾ കാണുന്ന എവിടെയാണ്? യേശു ക്രിസ്തുവിലാണ്, കുരിശിലാണ്. ഈ സ്നേഹത്തെയാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹയുടെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതേ കാര്യത്തെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഈ സ്നേഹത്തിൽ സർവവും ഒന്നായിത്തീരുന്നു. അതിനെ അനാകെഫാലിയോസിസ് എന്ന് ഗ്രീക്ക് ഭാഷ റീക്യാപിറ്റുലേഷൻ തിയറി എന്നും പറഞ്ഞ് അവതരിപ്പിക്കുന്നുണ്ട്. 68-ാമത്തെ പേജിന്റെ അവസാനം എഴുതിയിട്ടുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ ഏകപുത്രൻ കൂടിയും
തന്റെ ഏകപുത്രനിലും പുത്രനിൽ കൂടിയും വെളിപ്പെടുത്തിയ സ്നേഹത്തിന്റെ വലയത്തിൽ സർവ്വ സൃഷ്ടിയെയും താൻ ഉൾപ്പെടുത്തി ക്രിസ്തുവാകുന്ന ശിരസിലേക്ക് എല്ലാം സംയോജിപ്പിക്കപ്പെടുന്നു എന്ന് ഇവിടെ അച്ഛൻ എഴുതുന്നുണ്ട്. അതാണ് സ്നേഹം. അപ്പം ഈ സ്നേഹത്തിലാണ് ദൈവത്തിന്റെ ശക്തി ഇരിക്കുന്നത്. ദൈവം ശിക്ഷിക്കുന്നതും എന്തിലാണ്? സ്നേഹത്തിലാണ്. ഇപ്പൊ ശിക്ഷ എന്നുള്ള വാക്കിന്റെ അർത്ഥം പണിഷ്മെന്റ് എന്നാ പെട്ടെന്ന് നമ്മൾ മനസ്സിൽ വരുന്നല്ലേ. ശിക്ഷ എന്നുള്ള വാക്കിന്റെ റിയൽ ആയിട്ടുള്ള മീനിങ് പഠിപ്പിക്കൽ എന്നാ. അടി തരുമ്പോൾ അതുമൂലം എന്തോ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അടി തരുന്നത് അല്ലേ? ആണോ അല്ലയോ? ഞങ്ങളൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ പപ്പ അടി തരുമായിരുന്നു. കുരുത്തക്കേട് കാണിച്ചാൽ അടി തരും. ഇന്നിപ്പോ അടി കൊടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ അന്ന് അടി കിട്ടുമായിരുന്നു. അടി കിട്ടുമ്പോൾ അതിന്റെ അർത്ഥം അപ്പന്റെ എല്ലാ മനപ്രയാസങ്ങളും തീർക്കാൻ വേണ്ടി എനിക്കിട്ട് തല്ലി സുഖം നേടുന്നു എന്നാണെന്നോ അതിന്റെ അർത്ഥം. അല്ല, എനിക്ക് അടി തന്നു വെച്ചാൽ അടി തരുമ്പോഴത്തേന് അമ്മയുടെ കണ്ണു നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അടിയൊക്കെ തന്നു കഴിഞ്ഞിട്ട് പപ്പായുടെ മുഖം ആപ്പാടെ വികൃതമായിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്റെ മനസ്സിലെ ആ വികൃതമായിരിക്കുന്ന മുഖം കാണുമ്പോഴത്തേനൊക്കെ എന്റെ മനസ്സിൽ എനിക്ക് പപ്പായോട് ഭയങ്കര ദേഷ്യമായിരുന്നു ചെറുതായിരുന്ന സമയത്ത്. പിന്നീടാ മനസ്സിലായത് ഇതേ മുഖം തന്നെ പപ്പായിക്ക് വയ്യാതായപ്പോഴത്തേന്, അസുഖമായി കഴിഞ്ഞപ്പം പപ്പായുടെ കാല് വയ്യാതായി കഴിഞ്ഞ സമയത്ത് അതേ മുഖം തന്നെ വീണ്ടും ഞാൻ കാണാൻ തുടങ്ങിയത്. ഞാൻ പപ്പായോട് ചോദിച്ചിട്ടുണ്ട്, പപ്പ ഇതിനെ ദേഷ്യപ്പെടുന്നത്? എനിക്ക് ദേഷ്യമൊന്നുമില്ല അച്ഛാ, എന്റെ മനപ്രയാസം കൊണ്ടാണ് എന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. പെട്ടെന്ന് ഞാൻ കണക്ട് ചെയ്തു, പണ്ട് അടി തന്നപ്പോഴും ഇതേ മുഖം തന്നെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ ദൈവസ്നേഹം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വേറെ ഒരു അർത്ഥത്തിൽ കാണാൻ തുടങ്ങിയത്. ഞാൻ എൻ്റെ പിള്ളേരെ വഴക്ക് പറയുമ്പം എൻ്റെ അകത്ത് എനിക്ക് ഭയങ്കരമായ ഒരു മനപ്രയാസമുണ്ട്. ആ മനപ്രയാസം ദേഷ്യത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു മനപ്രയാസം. ദൈവം എന്നോട് ദേഷ്യപ്പെടുന്നു എന്ന് എനിക്ക് തോന്നിയാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ സ്നേഹത്തിൽ ദൈവം എന്നെ പഠിപ്പിക്കാണ്. ശിക്ഷിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം പഠിപ്പിക്കുക എന്നാണ്. I hope I'm making some sense. Do I? Am I or am I not? Come on. Yes. Okay. ഇനി നമുക്ക് ആറാമത്തെ പാഠത്തിലേക്ക് പോകാം. ദൈവിക നിയമവും ദൈവരാജ്യവും. പഴയ നിയമത്തിൽ നിയമം എന്നുള്ള വാക്കിന്റെ അർത്ഥം തോറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആദ്യത്തെ മോശയുടെ 5 പുസ്തകങ്ങളുടെ പേരാണ് തോറ. അപ്പം തോറ എന്നുള്ള വാക്കിന് അത് ഒറേത്തായുടെ 1-ാം പുസ്തകത്തിൽ നിന്നും ബാറക്കുമോർ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്താണ് ഈ ഒറേത്ത? അതാരാ ഈ ഒറേത്ത എന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ശരിക്കും ഒറേത്ത എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തോറ എന്നാണ്. അത് റിയൽ ആയിട്ടുള്ള വാക്ക് എബ്രായ ഭാഷയിൽ തോറ. അത് സുറിയാനി വന്നപ്പോഴത്തേന് ഒറേത്ത എന്ന് വിളിക്കുന്നത്. തോറ എന്നാണ് വാക്ക്. തോറ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിയമം എന്നാണ്. നിയമം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവഹിതം ചില ആജ്ഞകളുടെയും നിരോധനങ്ങളുടെയും രൂപത്തിൽ എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ അതെന്താണ്? ആദ്യം ഉണ്ടായി വന്നത് ദൈവത്തിൽ നിന്നും വെളിപ്പെട്ട് കിട്ടിയത് ഗോത്ര നിയമങ്ങളായിരുന്നു, ട്രൈബൽ ലോ. അത് കഴിഞ്ഞിട്ട് മോശയുടെ കാലം വന്നു കഴിഞ്ഞപ്പോഴത്തേന് ദൈവം ഉടമ്പടിയിലൂടെ ഒരു നിയമം ഉണ്ടാക്കി കൊടുത്തു. നീ ഇന്നൊക്കെ ചെയ്യണം. അതുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ക്ഷേമ ഇസ്രായേൽ, ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം, ക്ഷേമ ഇസ്രായേൽ. ഇനി ആവർത്തന പുസ്തകത്തിൽ തന്നെ കവനന്റൽ ലോ, ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു നിയമം ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ലിഖിതവും അലിഖിതവുമായിരിക്കുന്ന ഒരുപാട് നിയമങ്ങൾ എഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെന്ത് കൊടുത്തു? മോശയ്ക്ക് സീനായി മലയിൽ വെച്ച് എന്ത് കൊടുത്തു? 10 കൽപ്പനകൾ കൊടുത്തു. ഈ കൽപ്പനകൾ ലിഖിതമായിട്ട് എഴുതി കൊടുത്തു. നീ ഇന്നൊക്കെ ചെയ്യണം, അപ്പൊ നീ ജീവിക്കും. നീ ഭൂമിയിൽ നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘായുസോട് കൂടിയിരിക്കാൻ നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക. അതൊരു നിയമമാണ്. അപ്പൊ അതിന് ഇസ്രായേൽക്കാർ വളരെ ക്ലിയർ ആയിട്ട് എഴുതി, അപ്പന് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കണ്ട, പകരം ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി. ഖുർബാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നായിരുന്നു? വഴിപാട്. ദൈവത്തിന് കൊടുക്കുക. ഇത് ഞാൻ ദൈവത്തിന് കൊടുക്കാൻ വെച്ചിരിക്കുകയാണ്, അപ്പന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നവര് ദുർവ്യാഖ്യാനിച്ചു. ഇങ്ങനത്തെ ദുർവ്യാഖ്യാനങ്ങളെ നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത്? യേശു ക്രിസ്തു വന്നത്. വെരി ഗുഡ്. അപ്പം ഇങ്ങനത്തെ അങ്ങനെയുള്ള നിയമങ്ങളെ ശരിയാവണ്ണം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു വന്നത് എങ്കിൽ ഇൻകാർനേഷൻ, അതായത് മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു?
മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിവർത്തിക്കുവാൻ വേണ്ടിയിട്ട്. എന്തിന്? നിയമത്തെ നിവർത്തിക്കുക. അതുകൊണ്ടാണ് ഞാൻ മോശയുടെ ന്യായപ്രമാണത്തെ നീക്കിക്കളയാനല്ല, പകരം അതിനെ പൂർത്തീകരിക്കാനാണ് വന്നത് എന്ന് കർത്താവ് പറഞ്ഞത്. ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പൂർത്തീകരിക്കാൻ. അപ്പം അതിനകത്ത് തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് കയറ്റിയ സാധനങ്ങളെയൊക്കെ, അതായത് അപ്പനും ഉമ്മയ്ക്കും കൊടുക്കാനുള്ളത് കുർബാൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞതിനെ മാറ്റി അതിന് ശരിയാവണ്ണം വ്യാഖ്യാനിച്ച് കൊടുക്കാൻ വേണ്ടി ആര് വന്നു? കർത്താവ് വന്നു. അത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, നന്മയുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു നിയമമാണ്. ആ നിയമത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് പുത്രത്വം ലഭിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ നിയമം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന നിയമം. പാപം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? പാപത്തെ ഡിഫൈൻ ചെയ്യുന്നത് ചെയ്യരുതാത്തത് ചെയ്തതും ചെയ്യേണ്ടത് ചെയ്യാതിരുന്നതും ആകുന്നു എന്നാ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ഒരു വലിയ ശതമാനം ആളുകൾ കുമ്പസാരിക്കാൻ പോയി അവിടെ നിന്ന് പറയുന്നത് എന്നാണെന്നറിയാമോ? നിങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയാം. എന്താ പറയുക, എൻ്റെ അടുത്ത് കുമ്പസാരിച്ച് ഞാൻ വെളിപ്പെടുത്തുന്നതിന് അർത്ഥമായിട്ട് എടുക്കരുത് കേട്ടോ. ഇങ്ങനെ ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഒരിക്കൽ കുറെ ആളുകൾ ഒരിക്കൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയതാണ്. അച്ഛൻ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തിയത്. നോ, ഞാനൊരു കുമ്പസാര രഹസ്യവും വെളിപ്പെടുത്തി. കുമ്പസാര രഹസ്യം എന്ന് പറയുന്ന സാധനം ഓരോ വ്യക്തിയുമായിട്ട് ചേർന്നിരിക്കുന്ന സംഗതിയാണ്. ആരാ വ്യക്തി എന്ന് പറയാത്തിടത്തോളം കാലം എന്താണ് എന്ന് പറയുന്നത് അത് ജനറലി ആളുകൾക്ക് അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് പറയുന്നതിനകത്ത് വെളിപ്പെടുത്തലൊന്നുമില്ല. ഞാൻ ഇത് ഡിസ്ക്ലൈമർ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് ഇനി പറയാം. അതുകൊണ്ട് കുമ്പസാര ദിവസം വെളിപ്പെടുത്തലാണ് ഇത് എന്നും പറഞ്ഞ് ഇനി ആരെങ്കിലും എനിക്കെതിരെ വന്നാൽ അവരുമായി എനിക്ക് യാതൊരു ഇടപാടും ഉണ്ടായിരിക്കുന്നതല്ല, എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഇതിനാൽ തെര്യപ്പെടുത്തി കൊടുക്കും. ഇനി പറയാം, ഞാൻ പ്രാർത്ഥിച്ചില്ല, ഞാൻ ഉപവസിച്ചില്ല, നോമ്പ് നോറ്റില്ല, ഞാൻ കുർബാനയിൽ അലക്ഷ്യമായിരുന്നു, ഇങ്ങനെയൊക്കെ ആളുകൾ വന്ന് കുമ്പസാരിക്കാറുണ്ട്. സത്യത്തിൽ ഇതൊന്നും കർത്താവ് നോക്കുന്നില്ല. കർത്താവ് നോക്കുന്നത് എന്താ? എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല, അതാ നോക്കുന്നത്. കർത്താവ് നോക്കുന്നത് എന്താ? എന്തുകൊണ്ട് ഉപവസിച്ചില്ല. കർത്താവ് നോക്കുന്നത് എന്താണ്? എന്തുകൊണ്ട് നീ കുർബാനയിൽ അലക്ഷ്യമായിരുന്നു, അതിനെ നീ തിരുത്തിയോ? അതാ കർത്താവ് നോക്കുന്നത്. അവിടെയാ കർത്താവിന്റെ സ്നേഹം. ഐ മേക്കിംഗ് സെൻസ്, ഐ ഹോപ്പ്. അപ്പൊ ഈ സ്നേഹത്തിലാണ് നാം നമ്മുടെ ജീവിതത്തെ നമ്മൾ കാണേണ്ടത്. ഈ സ്നേഹത്തിലാണ് നമ്മൾ കുമ്പസാരത്തെയും കാണേണ്ടത്. അപ്പം ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ബാസിലെയ ടു തെവു എന്ന് ഗ്രീക്ക് ഭാഷ പറയുന്ന ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം രാജാവും ബാക്കി അവിടെയുള്ള മനുഷ്യരൊക്കെ അവിടെ ബാക്കിയുള്ള ആളുകളൊക്കെ പ്രജകളുമായിരിക്കുന്ന ഒരു വലിയ രാജ്യം. അവിടെ സ്നേഹാധിഷ്ഠിതമായ രാജ്യമാണ്. ഇനിയും മറ്റൊരു കാര്യം കൂടെ ഓർക്കണം, അവിടെ ദൈവത്തിന്റെ ഭരണമുണ്ട്, മേൽനോട്ടമുണ്ട്, രാജ്യത്വമുണ്ട്. എന്നാൽ ദൈവം ഒരു എംപറർ അല്ല, ദൈവം ചക്രവർത്തി അല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് കിങ്ഡം എന്നേ അറിയപ്പെടുന്നുള്ളൂ, എംപയർ എന്നറിയപ്പെടുത്തിട്ട് ഇന്ന് വരെ ഗാഡ്സ് എംപയർ എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് കിങ്ഡം. ഇനി രണ്ടാമത്, നമ്മളൊക്കെ ദൈവരാജ്യത്തിൽ ആരാണ്? ദൈവരാജ്യത്തിലേക്ക് ചേരുന്നവരൊക്കെ കയറുന്നവരൊക്കെ ആരാണ് അവിടെ? പ്രജകളാണോ? ദൈവമക്കളാകുന്നു. അതുകൊണ്ടാണ് കർത്താവ് പത്രോസിനോട് പറയുന്നത്, നീ പോയി ചൂണ്ടയിട്ടുകൊണ്ട് വന്നിട്ട് നാണയം എടുത്തിട്ട് കൊണ്ടുപോയി കൊടുക്കുക. അതിന് മുമ്പ് പറയുന്നുണ്ട്, രാജാവിന്റെ മക്കളോടാണോ ടാക്സ് മേടിക്കുന്നത് അതോ പുറത്തുള്ളവരാണ്? അപ്പൊ ഉത്തരം പറഞ്ഞു, പുറത്തുള്ളവരോടാ. അപ്പൊ നമ്മള് ഒഴിവുള്ളവരല്ലേ, എക്സെപ്റ്റഡ് അല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ടില്ലേ? ദൈവരാജ്യത്തിൽ നമ്മൾ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരൊന്നും അല്ല. പക്ഷേ ഇനി ഒരു കാര്യം ആലോചിച്ചോണം, ദൈവരാജ്യത്തിൽ ടാക്സ് കൊടുക്കുന്നില്ല എങ്കിലും ഒരു പ്രിൻസ് ദൈവരാജ്യത്തിന്റെ ഒരു രാജകുമാരൻ, നമ്മൾ ദൈവരാജ്യത്തോടെ ഏതെങ്കിലും രാജ്യത്തിന്റെ റിയൽ ആയിട്ടുള്ള രാജകുമാരൻ അവന്റെ രാജ്യം സംരക്ഷിക്കാൻ, അവന്റെ പിതാവിന്റെ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി അവനെ സ്വന്തം ജീവൻ ബലി കൊടുക്കുമോ? കൊടുക്കോ ഇല്ലയോ? ഇല്ല, കൊടുക്കത്തില്ല. ഞാൻ ചോദ്യം ഒന്നുകൂടെ ചോദിക്കാം. ഒരു രാജാവിന്റെ മകൻ
രാജകുമാരൻ അവന്റെ പിതാവിന്റെ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി അവന്റെ ജീവൻ ബലി കൊടുക്കുവോ ഇല്ലയോ? കൊടുക്കും. ക്രിസ്തു കൊടുക്കും. കൊടുത്തല്ലോ. ക്രിസ്തു തീർച്ചയായിട്ടും കൊടുക്കും. കൊടുക്കും, ഇല്ലേ? അതുകൊണ്ടാണ് അവൻ ടാക്സ് കൊടുക്കാത്തത്. Am I making sense? Yes or no? യെസ്. Yes. ഈ അർത്ഥത്തിൽ വേണം നമ്മൾ ദൈവ മക്കളാകുന്നു എന്ന് പറയാൻ. നമ്മളൊക്കെ രാജകുമാരന്മാരായും രാജകുമാരിമാരായും അഭിഷേകം ചെയ്തിരിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. അപ്പോൾ നമുക്കൊക്കെ ഒരു വലിയ അധികാരം തന്നിട്ടുണ്ട്. ഇത് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള വാഗ്ദാന പ്രകാരമുള്ളതാണ്. അപ്പൊ ഇനിയും ഈ ദൈവരാജ്യത്തിന്റെ അടയാളമായിട്ടാണെന്ന് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെന്നല്ലേ പറയുന്നേ, അല്ലെ? മുടന്തനെ സൗഖ്യമാക്കി, പിന്നെന്താ വെള്ളത്തെ വീഞ്ഞാക്കി. അപ്പൊ ഇതെല്ലാം ദൈവരാജ്യത്തിലേക്കുള്ള ഒരു അടയാളമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഒരു അമ്പലം വിഴുങ്ങുന്ന ഒരു മനുഷ്യന്റെ ഒരു വലിയ അടയാളം, അപ്പൊ ഇയാൾ വലിയ ആളാണ് എന്ന് പറയുന്നു. അങ്ങനെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത് നീ എനിക്കൊരു അത്ഭുതം കാണിച്ചതാന്ന് പറഞ്ഞപ്പോൾ പ്രവർത്തിച്ചില്ല. നിങ്ങൾക്കറിയാലോ, പീലാത്തോസിന്റെ അടുത്ത് ഹെരോദാവ് വന്നിരുന്നപ്പോഴത്തേന് ഹെരോദാവിന് ഇവനെ കുറിച്ച് കേട്ട് ഇവന്റെ വല്ല അത്ഭുതം കാണാമെന്ന് വിചാരിച്ച് പുള്ളിയെ വിളിപ്പിച്ചു. പുള്ളി അവിടെ ചെന്ന് വല്ല അത്ഭുതം കാണിച്ചോ? ഇല്ല. ഒന്നും കാണിച്ചില്ല. അവന്റെ തന്നെ നാടായിരിക്കുന്ന കഫർനഹൂമിൽ ചെന്നപ്പോഴത്തേന് അവൻ അവിടെ യാതൊരു അത്ഭുതവും പ്രവർത്തിക്കാൻ പറ്റിയില്ല. കാരണം ആളുകൾക്ക് എന്തില്ലായിരുന്നു? വിശ്വാസം ഇല്ലായിരുന്നു. അപ്പം കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പറയുന്നത് എന്തിനായിരുന്നു? ദൈവത്തിന്റെ മഹത്വം എന്താന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമല്ല. ലാസറിനെ ഉയർപ്പിച്ച് കുറച്ച് കയ്യടിയും കിട്ടി, ഫേസ്ബുക്കിൽ 100 ലൈക്കും 120 ഷെയറും കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയല്ല. പകരം ദൈവരാജ്യം എന്താണെന്ന് കാണിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഒരു പ്രിൻസ് അവന്റെ ജീവൻ ബലി കൊടുത്ത് അവന്റെ രാജ്യം സംരക്ഷിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മളെ ഓരോരുത്തരെയും ദൈവരാജ്യത്തിന് എന്തായിട്ട് വിളിച്ചിരിക്കുന്നു? മക്കളായിട്ട്. രാജാവിന്റെ മകൾ. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം, അതാണ് പുതുയുഗ പിറവി എന്ന് വിളിക്കുന്നത്. നമ്മളൊക്കെ ഭരണാധികാരികളാണ്, രാജകീയ പുരോഹിത വർഗമാണ്. മാമോദീസായിലൂടെ അത് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. ഇനിയും ഈ വിതയ്ക്കുന്നവന്റെ ഉപമ എടുത്ത ഉദാഹരണമായിട്ട്, വിത്ത് എന്ന് പറയുന്ന ദൈവവചനം, അത് ചിലത് എവിടെയൊക്കെ വീണു നിങ്ങൾ ഇനി തന്നെ പോയി കണ്ടു മനസ്സിലാക്കിക്കൂ. മർക്കോസിന്റെ സുവിശേഷം, പരിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്കുകൾ വായിക്കാം. ഇടുങ്ങിയ വാതിലിൽ കൂടെ കടന്നു പോകുന്നവർക്കാണ് എന്ത് കിട്ടുന്നത്? സ്വർഗരാജ്യം കിട്ടുന്നത്. രാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം, വീതി കുറഞ്ഞതുമാ. അടുത്തോട് പറഞ്ഞു, വീതി കുറഞ്ഞതുമാണ്, ആ വഴി ഗമനം കാംക്ഷിപ്പോൻ അത്യുത്സാഹം ആവശ്യമല്ല, അവശ്യം എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ ചെറിയ ആട്ടിൻകൂട്ടം എന്ന് വിളിക്കുന്നത് ഇതുവരെയാണ്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെയാണ് എന്ത് വിളിക്കുന്നത്? ചെറിയ ആട്ടിൻകൂട്ടം. അപ്പോൾ 6-ാമത്തെ പാഠവും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ആഴ്ച യൂണിറ്റ് 3 പ്രവേശിക്കും. എല്ലാവരുടെയും പേരുകളൊക്കെ എഴുതി ഐഫോണിൽ അറ്റൻഡൻസ് കുറച്ചു ഞാൻ വിചാരിക്കുന്നു. സമയം ആയിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ക്ലാസ് നിർത്തുന്നു. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാ, ജീവനെന്ന സ്ലീബാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ, ശുദ്ധമുള്ള കുടിയിരിപ്പിന് ഭവനങ്ങളായി ഞങ്ങളെ ശ്രമിക്കണമേ. ദൈവമായ കർത്താവിന്റെ നേരത്തിൽ എല്ലാ സമയത്തും ദൈവത്തിന്റെ ചുരം കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമീൻ. ഗുഡ് നൈറ്റ്. താങ്ക് യു.